ഇന്നത്തെ തോരൻ ഇതാണത്. സാമ്പാർ ചീര അറിയില്ല എല്ലാവർക്കും. മാത്രം വെച്ചാൽ ഒരു വഴുവഴുപ്പുണ്ടാകും. ഒരു തോരനാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ പൊന്നാങ്കണ്ണി, നമ്മുടെ ഇട്ട പൊന്നാങ്കണ്ണി, ഇതിനെ പൊന്നാങ്കണ്ണി പറയില്ല. ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പൊന്നാങ്കണ്ണി പറയുന്നത് ഇതാണ്. ഇതാ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് എല്ലാം ഒരു കളഞ്ഞതാണ്. ആദ്യം തീർത്ത് വരില്ല. ഈ മഴ വരുമ്പോൾ സാമ്പാർ ചീരയും കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പൊന്നാങ്കണ്ണി. മറ്റേ നമ്മൾ എല്ലാവരും പൊന്നാങ്കണ്ണി പറഞ്ഞാൽ ഇപ്പോൾ ചുവപ്പ് കളറുള്ളത് നമ്മൾ പറയുന്നതിന് ചെറുചീര എന്നാണ്. ഇതാ കണ്ട, ഇതാണ് സാമ്പാർ ചീര. ഏറ്റവും നല്ല ഇലക്കറിയിൽ ഏറ്റവും നല്ലത് ഇതാണ്. പരിപ്പിൻ്റെ കൂടെയോ ചെറുപയറിൻ്റെ കൂടെയോ പിന്നെ തോരൻ വെക്കയോ നല്ലൊരു ചീര ഇത് സാമ്പാർ ചീര. അതുകൊണ്ടല്ലേ ഏറ്റവും നല്ല ഗുണമില്ലാന്ന്. പക്ഷേ ഇതിനെ ഇല്ലവർക്ക് ഇതിൻ്റെ ഗുണം അറിയുന്നില്ലല്ലോ. ഇത് എങ്ങനെ കളയും വെറുതെ. നിറയെ ഉണ്ട് ഈ പറമ്പ് നിറയെ. ഇനിയിപ്പോൾ മഴ കുറയുമ്പോൾ ഇതെല്ലാം വരും. മഴ നല്ലോണം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം പോവുകയും ചെയ്യും. എന്നാലും ഇപ്രാവശ്യം തീരെ പോയിട്ടില്ല. അതുകൊണ്ടില്ലേ ഇതെല്ലാം ഈ സമയത്തൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മഴ ഒന്ന് കുറയുമ്പോഴേക്ക് പൊന്തി വരും. നിറയെ ഇതാണ് ഉണ്ടല്ലേ. കാടെല്ലാം കളഞ്ഞിട്ടാകുമ്പോൾ ഇതാ വന്നത്. ഇപ്പോൾ മണ്ണിനും നല്ലത്, നല്ല സാധനമാണ്. ഞാൻ പറിച്ച് കൊണ്ടുവച്ചാൽ നിങ്ങൾ കാണും. ഞാനത് പറിച്ച് കൊണ്ടുവച്ചു. ഞാൻ ഇങ്ങനെ ഇതിൽ നടക്കുമ്പോൾ കുറച്ച് കൊണ്ടുവന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചിട്ടാണ്. ഉണ്ടല്ലേ ഇതില്ലവർ കളയാണ്ട് നോക്കുക. കപ്പയ്ക്കാണ് ഈ വളപ്പിൽ നിൽക്കാത്തപ്പോൾ. കുറേ കൊല്ലമായിട്ട് ഒരു രോഗം വന്നിട്ടുണ്ട് അതിന് കപ്പയ്ക്ക്. അതിന് ശേഷമാണ് കപ്പ നശിച്ചു പോയത്. ഈ മണ്ണിനും ഇങ്ങനെ ഉറന്നു പോയിട്ട് വെള്ളരികായിട്ട് അങ്ങനെയെല്ലാം വേര് ചീഞ്ഞ് പോയിട്ട് ഇത് ഇപ്പോൾ തോന്നുന്നുണ്ടല്ലേ ഇത്രയായതാ. മുമ്പേ നമുക്ക് ഈ വളപ്പിന് അങ്ങനെയാണ്. കപ്പക്ക, കായ്, ചേമ്പ്, തണ്ട് ഇതെല്ലാം നമ്മൾ ഒന്നും പുറത്തു പോയി നമ്മൾ വാങ്ങൂല. മുമ്പേ അങ്ങനെയാണ്. എല്ലാം നമ്മൾ ഈ വളപ്പിലെല്ലാം നമുക്ക് കറി വെക്കാം. ഒന്ന് നിസ്സാരാക്കി കളയേണ്ടതെല്ലാം നമുക്ക് ഏറ്റവും നല്ലതല്ലേ. ഉണ്ടല്ലേ. ഇതൊന്നും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പുറത്തു പോയി നമ്മൾ വാങ്ങണ്ട. ഇതെല്ലാം ശീലിച്ചാൽ എല്ലാവരും തിന്നോളും. ഇല്ല എല്ലാവർക്കും ഇത് ഉണ്ടാവില്ല. ഇല്ലവർ കളയാണ്ട് ഉണ്ടല്ലേ. നമ്മൾ പറമ്പിൽ നന്നായിട്ടുണ്ടാവും. ഇതെല്ലാം ഇല്ല ഒന്ന് ഇറങ്ങി അങ്ങ് നടന്നാൽ നമുക്ക് കൂട്ടാൻ വെക്കേണ്ടതെല്ലാം കിട്ടും. പിന്നെ നമ്മൾ പീടിയിൽ പോയിട്ടൊന്നും വാങ്ങിയും വേണ്ട, ഒന്നും വേണ്ട. ഉണ്ടല്ലേ. നിറയെ ഞാനെപ്പോഴും ഇങ്ങനെ തന്നെ ഒന്ന് ഇറങ്ങാൻ പറ്റുന്ന സമയത്ത് നിന്ന് ഇറങ്ങിയിട്ട് എല്ലാം പറിച്ച് കറി വെക്കും. ചേന ഒന്നും കൂടെ ഉഷാറായി ഇതാണ്ടല്ലേ. കുറേ കാലം വെറുതെ ഇട്ട് ചേനയായത് ഉണ്ടല്ലേ. ഇതിൻ്റെ ഇതാണ് പൂവാനെടുത്തിട്ട് തോരൻ വെച്ചത്. ഞാൻ ചേനപ്പൂ തോരൻ വെച്ചേ ആ ചേനയായത്. കുറേ കാലം ഞാൻ തീരെ കഴിയാണ്ടായാലും അടയെ വെച്ച് മുളച്ചതാണിത്. നടുന്നതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഓർക്കാണ്ടില്ലേ. ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത്. ഇപ്രാവശ്യം എല്ലാവർക്കും ഇല്ല ആ ചുമയുണ്ടല്ലോ, കഫക്കെട്ടും ചുമയെല്ലാം. ഇത് വെച്ച് കുടിച്ചിട്ടുണ്ടല്ലോ എല്ലാം ശരിയായിട്ടാ. പിന്നെ നിസ്സാരാക്കേ വേണ്ട. ഇത് വെള്ളം വെച്ച് കുടിച്ചാൽ മതി. അല്ല ചുമക്കൂർക്ക, പനിക്കൂർക്ക എല്ലാം നല്ല. ഇത് ഏറ്റവും നല്ലത് ചുമക്ക്. ചുമ കഫക്കെട്ട് പോകാനെല്ലാം എല്ലാവരും ഇതെല്ലാം വെച്ച് പിടിപ്പിക്കണം. ചീരച്ചേമ്പുണ്ട് ഇവിടെ വളരുന്നുണ്ട്. ഇതെല്ലാം പൊരിച്ച് നടണം. ഇനി കുഞ്ഞൾ കുറേ ആയത് എല്ലാം കുറച്ചുണ്ട്. നമുക്കൊന്നും പീടികയിൽ പോയിട്ട് വാങ്ങണ്ട. ഇത് കണ്ടില്ലേ, ഇതും തോരൻ വെക്കുന്നത്. ആ ചുവന്ന കാടിനുണ്ടല്ലേ, അതും തോരൻ വെക്കാം. എല്ലാം നല്ല തന്നെ. നമ്മൾ പണ്ടേ പറയും പശു തിന്നുന്നതെല്ലാം നമുക്കും തിന്നാം. പശു തിന്നുന്നതെല്ലാം നമുക്കൊന്നും തിന്നാം. അവർ തിന്നിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും തിന്നെടുക്കാം. അല്ലാതെ എല്ലാം നമുക്കും കൂടെ തിന്നണ്ട തന്നെ. നമ്മൾ തിന്നൂലാന്നേ ഇല്ല. ഇത് ഞാൻ കഴുകി തോരനാക്കിയിട്ട് കാണിച്ചാറേ. മുറിച്ചെല്ലാം ഇട്ടിട്ട് കാണിക്കാം. ആ ചെക്കിയുണ്ട് നിറയെ പിടിക്കലായത്. കുറേശ്ശെ കഴുകിയുണ്ട്. എല്ലാം ഒന്നിച്ചിട്ടങ്ങ് കഴുകിയുണ്ട്. വൃത്തിയിടൊന്നുമില്ല. രണ്ടും ഒന്നിച്ചിട്ടങ്ങ് കഴുകിയതാണ്. കുറച്ച് മതി, ഒരുപാടൊന്നും തിന്നണ്ടായത്. അത്രയിൽ ആളില്ല.
കുറച്ച് വെള്ളക്കാന്താരിയെല്ലാം എടുത്ത് തേങ്ങയിട്ട് എട്ട് വെളിച്ചെണ്ണ നനച്ചാൽ നല്ല വറവായി. എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചുവന്നുള്ളി വെള്ളക്കാന്താരി മുറിച്ചിട്ടു. കുറച്ച് തേങ്ങ കുറച്ചധികമായാലൊന്നുമില്ല. വെളുത്തുള്ളി അത്രേ വേണ്ടു. ഇതിന് ഇത് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഞരടി കൊടുക്കാന്ന് വെച്ച് അടുപ്പത്ത് വെക്കട്ടെ. ഇത് ഞരടി വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടിയിലാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇത് ഇലക്കറിയെല്ലാം മൺചട്ടിയിൽ വറുക്കുന്നതാണ് നല്ലത്. ചുമ പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റ് പാത്രം എടുക്കുന്നത്. വേകുമ്പോൾ ലേശം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇത് മതി. ഇത് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ, അടുപ്പത്ത് വെച്ച് തീയാക്കിയിട്ട് കുറച്ച് വെച്ചാൽ മതി. ഈ കുറച്ച് വെച്ചാൽ മതി. എപ്പോഴും പക്ഷികളുണ്ട്. ഇന്നെവിടെയോ പോയി. ഒരു പ്രാവിൻ്റെ കുറുകൽ മാത്രമേ ഇല്ലിന്ന്. അല്ല നമ്മളെ കിഴക്കേടൊപ്പാണ്. അല്ല ആളില്ലാത്തതുകൊണ്ട് കാട് വയ്ക്കാനും വരും. പിന്നെ ഒന്നിച്ചേ വയ്ക്കൂലൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കാട്. നമ്മളെ കളപ്പനം കണ്ടില്ലേ, വൃത്തിയാക്കിയതെല്ലാം ആദ്യം കാടായില്ലേ. രണ്ടിലെ മതിൽ, അത് നമ്മളെ മതിൽ. അതിനപ്പുറമല്ല അപ്പുറത്തെ കുഴപ്പമാണ്. ആ വയലിൽ അങ്ങോട്ട് വയൽ, ആ കാടില്ലെങ്കിൽ നമുക്ക് വയൽ ഇടുന്ന തന്നെ കാണാം. അകത്ത് തന്നെ കേട്ടാ പ്രാവിൻ്റെ കുറുകൽ കിട്ടുക. അരിപ്രാവ് അതിന് വെള്ളമൊന്നും ഞാൻ വെച്ചിട്ടില്ല. അല്ലാതെ ഇത് നല്ല വെള്ളപ്പറ്റിൽ തന്നെയാണ്. ഉണ്ടല്ലോ തിളക്കുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവില്ല. അതേ കത്തിച്ച് വറ്റിക്കണം. ഇനി തീ കൂട്ടണം. ആദ്യം ഒന്ന് ചെറിയ തീയാക്കിയിട്ട് പിന്നെ തീ കൂട്ടിക്ക. തേങ്ങയും വെളുത്തുള്ളിയിലിട്ട് കൊടുക്കുന്നില്ലേ. തോരനായി. അടിപൊളി തോരൻ്റെ വിറ്റാമിൻ്റെ കല പറയാൻ കേട്ടാ. ഒരു മരുന്നും കഴിക്കേണ്ടതാ. പിന്നെ ആരോഗ്യത്തിന് നമ്മുടെ തോരനായിട്ടുണ്ട്. അടിപൊളി തോരനും പിന്നെ പരിപ്പ്, നമ്മളെ കാവേരിക്കായും ഒരു കഷ്ണം വെള്ളരിക്ക ഇട്ടിട്ട് ഒരു പരിപ്പ് കറിയും. മീൻ കൊണ്ടുവന്നിട്ട് മീൻ കറി. ഇന്നത്തെ കറിയാണിത്. ഇല്ലേ കിളികൾ ഓരോന്നേ വരലായി ഉണ്ടല്ലോ. അതാ കരിയില കിളി. നമ്മൾ പൂച്ചക്കുട്ടനെ പിടിക്കാൻ പോകുന്ന പായിച്ചു അങ്ങോട്ട്. ഒരാളെ വരലായി.